ഹലോ എവ്രിവൺ, CFA മാസ്റ്റർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് CFA പ്രോഗ്രാമിനെ പറ്റിയും അതിന്റെ റെസ്പെക്റ്റഡ് ലെവൽസ് ഓഫ് എക്സാംസിനെ പറ്റിയുമാണ്. കേരളത്തിൽ തന്നെ പലരും CFA പ്രോഗ്രാമിനെ പറ്റി അറിയാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിലും ഇതിന് പ്രോപ്പർ ഗൈഡൻസ് മലയാളത്തിൽ തന്നെ ഇല്ലാത്തതുകൊണ്ട് പലരും ഇത് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ CFA പ്രോഗ്രാമിനെ പറ്റിയും അതിന്റെ എക്സാംസിനെ പറ്റിയും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CFA ലെവൽ 1 ജനുവരി 2025 90% മാർക്കോട് ക്ലിയർ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് CFA പ്രോഗ്രാമിനെ പറ്റിയും റെസ്പെക്റ്റഡ് ലെവൽസ് ഓഫ് എക്സാംസിനെ പറ്റിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ എന്താണ് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CFA പ്രോഗ്രാം? എന്താണ് CFA എന്നറിയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഫിനാൻസ് എന്നറിഞ്ഞിരിക്കണം. ഫിനാൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി മാനേജ്മെന്റ് ഓഫ് മണി മാനേജ്മെന്റ് ആണ് ഫിനാൻസ്. എന്നാൽ ഈ മണി മാനേജ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഓരോ തെറ്റായതും അപക്വമായതുമായ സാമ്പത്തിക തീരുമാനങ്ങൾ എത്രത്തോളം ആളുകളെ ബാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. 60 മില്യൺ ആളുകളെ പോവർട്ടിയിലേക്ക് തള്ളിവിട്ട 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, 2022 ശ്രീലങ്കയിലെ എക്കണോമിക് കൊളാപ്സ്, 5 ലക്ഷം ജോലികളും 2 മില്യൺ ആളുകളെ പോവർട്ടിയിലേക്കും തള്ളിവിട്ടു. 40% പോപ്പുലേഷനെ പോവർട്ടിയിലേക്ക് തള്ളിവിട്ട അർജന്റീനയിലെ എക്കണോമിക് ക്രൈസിസ്, 90% വീടുകളിലും ഫുഡ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യപ്പെടുകയും ഒരു ശരാശരി വെനിസ്വേലക്കാരന്റെ 11 കിലോ പട്ടിണി കാരണം കുറയാനുമിടയായ വെനിസ്വേലയിലെ ഹൈപ്പർ ഇൻഫ്ലേഷൻ. അതുകൊണ്ട് ഓരോ സാമ്പത്തിക തീരുമാനങ്ങളും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയിൽ മാത്രമായിരിക്കില്ല ചുറ്റുമുള്ളവരെ എല്ലാം അത് വളരെയധികം ബാധിക്കും എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 4 എക്സാമ്പിൾസ് ഉപയോഗിച്ചത്. അതൊരു വ്യക്തി എന്ന നിലയിലായിക്കോട്ടെ, ഒരു കമ്പനിയുടെ ലെവലിലാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളാണെങ്കിലും അത് അവരെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇതുപോലെയുള്ള സുപ്രധാനമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നവർ അവർ ഈ കാര്യങ്ങളിൽ വളരെയധികം നോളജും സ്കില്ലും എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഒക്കെ കിട്ടിയവരായിരിക്കും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ്, ഫിനാൻഷ്യൽ മാനേജേഴ്സ്, വെൽത്ത് മാനേജേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്നീ പല പേരുകളിലും അറിയപ്പെടുന്നത്. ഈ മാനേജേഴ്സിന് തങ്ങളുടെ ക്ലയൻസിന് വേണ്ടിയുള്ള കൃത്യമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായ സ്കിൽസും ട്രെയിനിങ്ങും നോളജും എക്സ്പീരിയൻസും ഒക്കെ നേടാൻ അനിവാര്യമാണ്. ഇവിടെയാണ് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CFA പ്രോഗ്രാമിന്റെ പ്രസക്തി. ഫിനാൻഷ്യൽ ഡെസിഷൻ മേക്കേഴ്സിന് അവരുടെ ഫിനാൻഷ്യൽ ഡെസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ കൃത്യമായ അപ്ഡേറ്റഡ് നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്ത് അവരെ ഒരു എഫിഷ്യന്റ് ഫിനാൻഷ്യൽ ഡെസിഷൻ മേക്കറാക്കി മാറ്റുക എന്നതാണ് CFA പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അനാലിസിസ് തുടങ്ങിയ ഫിനാൻഷ്യൽ പ്രൊഫൈലുകൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷനായി CFA പ്രോഗ്രാം അറിയപ്പെടുന്നു. CFA സർട്ടിഫിക്കേഷൻ അതിന്റെ ഉയർന്ന നിലവാരം കർശനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഫിനാൻസ് മേഖലയിലെ പല ഫിനാൻസ് കമ്പനികൾക്കിടയിലും ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫഷണൽസിന്റെ ഇടയിലും ഇതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഫിനാൻസ് സർട്ടിഫിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. USA ഹെഡ്ക്വാർട്ടേഴ്സും ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പ്രസൻസുമുള്ള CFA ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗ്ലോബൽ ഓർഗനൈസേഷനാണ് CFA പ്രോഗ്രാം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും. CFA എക്സാംസ് 3 ലെവൽസ് ആണ്: ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ഈച്ച് ലെവൽസിലും ഓരോ എക്സാംസ് കാണും. അതിൻ്റെ കൂടെ PSM, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ സ്കിൽസ് മൊഡ്യൂൾ. ഇത് ആക്ച്വലി CFA ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു എക്സ്ട്രാ സ്കിൽ പഠിക്കാൻ വേണ്ടി കുറച്ച് സ്കിൽ കോഴ്സസ് അവൈലബിൾ ആക്കി തരും. ഫോർ എക്സാമ്പിൾ CFA ലെവൽ 1 ഫിനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് പൈത്തൺ ആണ് അവൈലബിൾ ആവുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ രണ്ടും പഠിക്കാം. ഇത് ആക്ച്വലി പഠിക്കുക ഇൻ ദ സെൻസ് ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സാംസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണും, അത് കംപ്ലീറ്റ് ചെയ്യുക, അത് നമ്മൾ മനസ്സിലാക്കുക, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് അവൈലബിൾ ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ CFA ലെവൽ നമ്മൾ ക്ലിയർ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ CFA ലെവൽ 3 കംപ്ലീറ്റ് ചെയ്യുകയും റിക്വയർഡ് ലെവൽ ഓഫ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CFA ചാർട്ടറിന് അപ്ലൈ ചെയ്യാം. ഇവിടെ റിക്വയർഡ് ലെവൽ ഓഫ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 4000 മണിക്കൂർ അഥവാ മിനിമം 3 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. CFA ലെവൽ 1 ലെവൽ 2 10 സബ്ജക്ട്സ് ആണെങ്കിൽ CFA ലെവൽ 3 6 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഈ വീഡിയോയിൽ CFA ലെവൽ 1 സബ്ജക്ട്സിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. കാരണം CFA ലെവൽ 2 ആൻഡ് ലെവൽ 3 കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് കൃത്യമായി അവരുടെ സബ്ജക്ട്സിനെ പറ്റിയും ടോപ്പിക്കിനെ പറ്റിയും ധാരണയുള്ളവരായിരിക്കും. എന്നാൽ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് CFA പ്രോഗ്രാമിനെ പറ്റി ആദ്യമായി അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് CFA ലെവൽ 1 എക്സാം ആണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ CFA ലെവൽ 1 സബ്ജക്ട്സിനെ പറ്റി സംസാരിക്കുന്നത്. CFA ലെവൽ 1 ടോട്ടൽ 10 സബ്ജക്ട്സ് ആണ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, 15 to 20%. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളതാണ് ഡെറിവേറ്റീവ്, 5 to 8%. ഇവിടെ എക്സാം വെയിറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈനൽ എക്സാമിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ എത്ര ശതമാനം ക്വസ്റ്റ്യൻസ് ആണ് അതാത് സബ്ജക്റ്റിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത് എന്നാണ്.
ഫസ്റ്റ് സബ്ജക്റ്റായ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിൽ എത്തിക്സിനെ പറ്റിയും ട്രസ്റ്റിനെ പറ്റിയും ഇവ രണ്ടും ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിലെ ഇൻഫ്ലുവൻസിനെ പറ്റിയും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും സംസാരിക്കുന്നു. അതുപോലെ തന്നെ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഡ് ഓഫ് എത്തിക്സിനെ പറ്റിയും സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ടിനെ പറ്റിയും പരിചയപ്പെടുത്തുന്നു. അവയുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സബ്ജക്റ്റായ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയൊരു പങ്കുണ്ട്. മീൻ മീഡിയൻ മോഡ്, കുർട്ടോസിസ്, കോറിലേഷനിൽ തുടങ്ങി പിന്നീട് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, നോർമൽ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ടെക്നിക്സ്, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇവയൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേഷനും പല റേറ്റ്സ് ആൻഡ് റിട്ടേൺസ് കാൽക്കുലേഷനും ഇവിടെ സംസാരിക്കുന്നു. അതിനോടൊപ്പം AI, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ ആൻഡ് ഫിനാൻസ്, ഫിൻടെക് ഇതിനെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സബ്ജക്റ്റായ എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിനെ പറ്റിയും മാക്രോ എക്കണോമിക്സിനെ പറ്റിയും ഇവിടെ സംസാരിക്കുന്നു. അതോടൊപ്പം ഇന്റർനാഷണൽ ട്രേഡിനെ പറ്റിയും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേഷനെ പറ്റിയും ഇവിടെ പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് സബ്ജക്റ്റായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നടത്തുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ്, റേഷ്യോസ്, അതോടൊപ്പം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ പറ്റിയും വാല്യുവേഷനെ പറ്റിയും ഇവിടെ സംസാരിക്കുന്നു. നെക്സ്റ്റ് സബ്ജക്റ്റായ കോർപ്പറേറ്റ് ഇഷ്യൂസ്. ഇവിടെ കോർപ്പറേറ്റ് ഫിനാൻസ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് സംസാരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിന്റെ തിയറീസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ബിസിനസ് മോഡൽസ് ഇവയൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. നെക്സ്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇക്വിറ്റി ഷെയർസിനെ പറ്റിയുള്ള ഇൻഡെപ്ത് അനാലിസിസ് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻഡെക്സസിനെ പറ്റിയും അതിന്റെ കൺസ്ട്രക്ഷൻ, മാർക്കറ്റ് എഫിഷ്യൻസി തിയറീസ്, കമ്പനി അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, അതോടൊപ്പം ഇക്വിറ്റി വാല്യുവേഷൻ എന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കും ഇവിടെ സംസാരിക്കുന്നു. ഫിക്സ്ഡ് ഇൻകം എന്ന സബ്ജക്റ്റിൽ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവയുടെ ഫീച്ചേഴ്സ്, അതിന്റെ ക്യാഷ് ഫ്ലോസിനെ പറ്റിയും അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിനെ പറ്റിയും ഇഷ്യൂവൻസിനെ പറ്റിയും അതിനുശേഷമുള്ള ട്രേഡിങ്ങിനെ പറ്റിയും ബോണ്ടിന്റെ വാല്യുവേഷനെ പറ്റി, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ പറ്റി, ഡ്യൂറേഷൻ ആൻഡ് കോൺവെക്സിറ്റി അനാലിസിസിനെ പറ്റി, സെക്യൂരിറ്റൈസേഷൻ പ്രോസസിനെ പറ്റി, അങ്ങനെ കോർ ഫിക്സ്ഡ് ഇൻകം കോൺസെപ്റ്റ്സിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ള ഡെറിവേറ്റീവ്സ് എന്ന സബ്ജക്റ്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഇവയുടെ വാല്യുവേഷൻ, പ്രൈസിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ ഇവയൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. നെക്സ്റ്റ് സബ്ജക്റ്റായ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഫീച്ചേഴ്സും അതിന്റെ മാർക്കറ്റ്സിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അവിടെ പ്രൈവറ്റ് ഇക്വിറ്റി, പ്രൈവറ്റ് ഡെറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സ്, നാച്ചുറൽ റിസോഴ്സസിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ഹെഡ്ജ് ഫണ്ട്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് NFT, ക്രിപ്റ്റോ കറൻസീസ് ഇവയെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് സബ്ജക്റ്റായ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് വെൽത്ത് പ്ലാനിംഗ് CFA പ്രോഗ്രാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ ഒരു കറക്റ്റ് ആൻഡ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നു. അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആയ റിസ്ക് റിട്ടേൺ കോൺസെപ്റ്റ്സ്, അസറ്റ് അലോക്കേഷൻ, ക്യാപിറ്റൽ അലോക്കേഷൻ തിയറീസ്, പോർട്ട്ഫോളിയോ അനാലിസിസിന്റെ ടെക്നിക്സ്, ബിഹേവിയറൽ ബയസസിനെ പറ്റിയും റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയും ഇവിടെ സംസാരിക്കുന്നു. CFA ലെവൽ 1ന്റെ എക്സാം പാറ്റേൺ എന്ന് വെച്ചാൽ ടോട്ടൽ 180 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് ഒരു ക്വസ്റ്റിന് പോലും നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റിനിലും 3 ഓപ്ഷൻസ് വെച്ച് അവൈലബിൾ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ടോട്ടൽ 4 hours and 30 minutesന്റെ എക്സാം ആണ്. അത് ആക്ച്വലി നമുക്ക് 2 സെഷൻ ആയിട്ട് എടുക്കാം. അതായത് 2 hours and 15 minutesന്റെ ഒരു സെഷനും 2 hours and 15 minutesന്റെ സെക്കൻഡ് സെഷനും. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്ഷണൽ ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓപ്ഷണൽ ആണ്. നമുക്ക് വേണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഓപ്ഷണൽ ബ്രേക്ക് എടുത്ത് ഫസ്റ്റ് 90 questions 2 hours 15 minutesൽ ചെയ്യാം. സെക്കൻഡ് ഒരു ബ്രേക്ക് എടുത്തിട്ട് 90 questions 2 hours 15 minutesൽ ചെയ്യാം. കാൽക്കുലേറ്റർ അലൗഡ് ആണ്. പക്ഷെ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അലൗ ചെയ്യുന്ന കാൽക്കുലേറ്റേഴ്സേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. 2 കാൽക്കുലേറ്റർ ആണ് CFA ഇൻസ്റ്റിറ്റ്യൂട്ട് അലൗ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തത് ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് BA2+ എന്ന കാൽക്കുലേറ്റർ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ CFA ലെവൽ 2ന്റെ എക്സാം പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഇവിടെയും MCQ തന്നെയാണ്, ബട്ട് ഇവിടെ 88 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എന്നാൽ CFA ലെവൽ 1 പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഓരോ കേസ് സ്റ്റഡീസ് തരും. ആ കേസ് സ്റ്റഡി അസോസിയേറ്റഡ് ആയിട്ടുള്ള 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ടോട്ടൽ 22 ഐറ്റം സെറ്റ്സ് ആണ് തരുന്നത്. അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള 4 MCQവും അതിന്റെ കൂടെ തരും. അങ്ങനെ ടോട്ടൽ 88 ക്വസ്റ്റ്യൻസ്. ഇവിടെ ടോട്ടൽ 4 hours and 24 minutes ആണ് ടോട്ടൽ ഡ്യൂറേഷൻ. നേരത്തെ CFA ലെവൽ 1ലെ പോലെ ഓപ്ഷണൽ ബ്രേക്കോട് കൂടിയുള്ള 2 സെഷൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 2 hours 12 minutesന്റെ 2 സെഷൻ. എന്നാൽ CFA ലെവൽ 3യുടെ എക്സാം പാറ്റേൺ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. MCQ മാത്രമല്ല ഇവിടെ ഉള്ളത്. 11 ഐറ്റം സെറ്റ്സും 11 essay സെറ്റ്സുമാണ്. ഈ ഐറ്റം സെറ്റ്സിൽ ഓരോ സെറ്റിനും 4 MCQ വെച്ചുണ്ട്. പക്ഷേ 11 essay സെറ്റ്സിൽ ഓരോ സെറ്റിലും കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെയും ടോട്ടൽ 4 hours and 24 minutes ആണ്. 2 സെഷൻ ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം വിത്ത് ഓപ്ഷണൽ ബ്രേക്ക്. ആൻഡ് ഇവിടുത്തെ മാർക്കിംഗ് സ്കീമും ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്.
CFA ലെവൽ 1 എക്സാം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വേണം. ഓർ നിങ്ങൾ 23 മന്ത്സിനുള്ളിൽ ഗ്രാജുവേഷൻ തീരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് CFA ലെവൽ 1 എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. ഇവിടെ അക്കാഡമിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമല്ല വർക്ക് എക്സ്പീരിയൻസും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. 4000 hours ഓഫ് ക്വാളിഫൈഡ് വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് പ്ലസ് എഡ്യൂക്കേഷൻ കമ്പൈൻഡ് ആയിട്ട് 36 മാസത്തിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് എലിജിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതൊക്കെ CFA ലെവൽ 1 എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ലെവൽ 1 നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെവൽ 2 എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ലെവൽ 2 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെവൽ 3 എലിജിബിൾ ആണ്. CFA എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ CFA എക്സാംസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷും അറിയണം എന്നാണ് അടുത്ത റിക്വയർമെന്റ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ CFA പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ CFA ഡിസേർവ് ചെയ്യുന്ന റോൾസ് എന്ന് പറയുന്നത് വളരെ വൈഡും വളരെ ഡൈവേഴ്സും ആണ്. ഞാനിവിടെ കുറച്ച് സെക്ടേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ഗ്രീൻ ആൻഡ് റെഡ്. ഗ്രീൻ കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ CFA സർട്ടിഫിക്കേഷൻ എക്സൽ നിങ്ങൾക്ക് ഹൈ വെയിറ്റേജ് തരും ഈ സെക്ടേഴ്സിൽ ജോലി കിട്ടാൻ വേണ്ടി. റെഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ CFA സർട്ടിഫിക്കേഷൻ മാത്രമായിരിക്കില്ല, ബാക്കി ഫാക്ടേഴ്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് റെഡ് കാറ്റഗറി സെക്ടേഴ്സിൽ ജോലി കിട്ടാൻ വേണ്ടി. ഫസ്റ്റ് ഗ്രീൻ കാറ്റഗറിയിലെ അസറ്റ് മാനേജ്മെന്റ്, അവിടെ പോർട്ട്ഫോളിയോ മാനേജർ, ഫണ്ട് മാനേജർ, അങ്ങനെയുള്ള റോൾസ് എന്ന് പറയുന്നത് CFA പ്രോഗ്രാമുമായിട്ടും അതിന്റെ കരിക്കുലവുമായിട്ടും ഒക്കെ വളരെ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള റോൾസ് ആണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫിനാൻസ് ആയിക്കോട്ടെ, പിന്നീട് ഇക്വിറ്റി റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇക്വിറ്റി റിസർച്ച് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ മെജോറിറ്റി ഇക്വിറ്റി റിസർച്ച് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്ത് CFA ചാർട്ടർ ഹോൾഡേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അത്രയും പ്രിഫറൻസ് ആ ഒരു സെക്ടറിൽ CFA കാർക്കുണ്ട്. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിൽ ആക്ച്വലി CFA കാർഡിലും പ്രിഫറൻസ് ഉള്ള ഒരു കോഴ്സ് ഉണ്ട് FRM എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും CFAക്കും ഹൈ വെയിറ്റേജ് അല്ലെങ്കിൽ ഹൈ പ്രിഫറൻസ് ഉള്ള ഒരു സെക്ടറാണ് റിസ്ക് മാനേജ്മെന്റ്. പിന്നീട് ഫിനാൻഷ്യൽ അഡ്വൈസറി, വെൽത്ത് മാനേജ്മെന്റ് ഇവിടെ ഹൈ വെയിറ്റേജ് തന്നെയാണുള്ളത്. നെക്സ്റ്റ് റെഡ് കാറ്റഗറി റോൾസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ CFAയുടെ കൂടെ പല ഫാക്ടേഴ്സും അവർ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ CFAയുടെ കൂടെ നിങ്ങൾ എവിടെ നിന്നാണ് MBA ചെയ്തത്, ഏത് കോളേജിൽ നിന്നാണ്, ടോപ്പ് കോളേജിൽ നിന്നായിരിക്കണം. അതുപോലെ നിങ്ങളുടെ പാസ്റ്റ് അക്കാഡമിക് റെക്കോർഡ്സ്, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ നെറ്റ്വർക്കിംഗിന്റെ സ്കിൽസ്, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് അവർ നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സിൽ, അതായത് ഹെഡ്ജ് ഫണ്ട്, പ്രൈവറ്റ് ഇക്വിറ്റി പോലെയുള്ള റോൾസിൽ, അതുപോലെ കൺസൾട്ടിംഗിലായിക്കോട്ടെ, കൺസൾട്ടിംഗിലും ഇഷ്ടംപോലെ ചാർട്ടർ ഹോൾഡേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, വാല്യുവേഷൻ അനലിസ്റ്റ് എന്നീ റോൾസിലൊക്കെ CFAക്ക് ഹൈ പ്രിഫറൻസ് തന്നെ ഉണ്ട്. പിന്നീട് ഫിനാൻസ് ടെക്നോളജി ഒരുമിച്ച് വരുന്ന ഫിൻടെക് റോൾസിലായിക്കോട്ടെ അവിടെയും CFA ആസ്പിറൻസിന് വളരെയധികം സ്കോപ്പ് ഉള്ള സ്പേസ് ആണ്. CFA സാലറി എക്സ്പെക്ടേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സാലറി ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന റോൾ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെ പല ഫാക്ടേഴ്സും സാലറിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്കിലും ഞാനിവിടെ കുറച്ച് റിസർച്ച് റിപ്പോർട്ട്സും സർവേസും മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ആണ് CFA ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്ത സർവേയിൽ ഇന്ത്യയിലെ CFA ചാർട്ടർ ഹോൾഡേഴ്സ് വിത്ത് 6 years ഓഫ് എക്സ്പീരിയൻസ് ഏൺ ചെയ്യുന്ന സാലറി ഓൺ ആൻ ആവറേജ് 28.6 ലക്ഷം രൂപയാണ് വർഷം. അതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് സ്കൂളിന്റെ സർവേയിൽ പറയുന്നത് CFA ലെവൽ 1 കാൻഡിഡേറ്റ്സ് ടു ചാർട്ടർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന സാലറി ഈസ് അറൌണ്ട് 9.8 lakhs to 44 lakhs. അതുപോലെ തന്നെ IMS പ്രോ സ്കൂളിന്റെ ഓൺലൈൻ റിപ്പോർട്ട്സിൽ പറയുന്നത് എൻട്രി ലെവൽ സാലറീസ് ഇസ് അറൌണ്ട് 7 to 12 lakhs ആണ്. അതിനുശേഷം മിഡ് ലെവൽ, സീനിയർ ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ ഇറ്റ് ഗോസ് അപ് ടു 26 to 50+ lakhs per annum ആണ്. അഫ്കോഴ്സ് ഇത് പല ഫാക്ടേഴ്സിലും ഡിപ്പെൻഡന്റ് ആണ്. ഇന്ത്യയുടെ കറന്റ് സിനാരിയോ വെച്ചിട്ട് അറൌണ്ട് ഒരു CFA ലെവൽ 1 ക്ലിയർഡ് ഗ്രാജുവേറ്റിന് വിത്ത് 0 years ഓഫ് എക്സ്പീരിയൻസ് അറൌണ്ട് 4 to 5 lakhs എൻട്രി ലെവൽ കഴിയുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ നടത്തിയ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CFA എക്സാം ഡേറ്റ്സിനെ പറ്റി, അതിന്റെ ഫീസിനെ പറ്റിയാണ്. ഇവ രണ്ടും കോറിലേറ്റഡ് ആണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. CFA ലെവൽ 1 എക്സാം ഒരു വർഷത്തിൽ 4 വട്ടമാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഫെബ്രുവരി, മെയ്, ഓഗസ്റ്റ്, നവംബർ. ഇവിടെ കാണിക്കുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത് 2025 എക്സാം ഡേറ്റ്സ് ആണ്. ഓഫ്കോഴ്സ് ഫെബ്രുവരി എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡെഡ് ലൈൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ 2 തരം രജിസ്ട്രേഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഏർലി രജിസ്ട്രേഷനും 2 സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷനും. ഏർലി രജിസ്ട്രേഷൻ ആണെങ്കിൽ എക്സാം വിൻഡോയ്ക്ക്, അതായത് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് 7 to 9 months മുന്നേ ഈ രജിസ്ട്രേഷൻ ക്ലോസ് ആവും. അതുപോലെ സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മുടെ എക്സാം വിൻഡോയ്ക്ക് 3 to 4 months മുന്നേ ഇത് ക്ലോസ് ആയി. ഫീസിലേക്ക് വരുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഫീസ് പേ ചെയ്യുന്നത്. ഒന്ന് വൺ ടൈം എൻറോൾമെന്റ് ഫീ, ഇപ്പോഴത്തെ $350, അതിനുശേഷം എക്സാം രജിസ്ട്രേഷൻ ഫീ. ഈ വൺ ടൈം എൻറോൾമെന്റ് ഫീ പേര് പറയുന്നത് പോലെ തന്നെ CFA ലെവൽ 1 എക്സാമിന് മാത്രം നമ്മൾ അടച്ചാൽ മതി. ലെവൽ 2 ആൻഡ് ലെവൽ 3 എക്സാംസിന് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എക്സാം രജിസ്ട്രേഷൻ ഫീസ് അതാത് ലെവലുകളിൽ അടയ്ക്കേണ്ടതുണ്ട്. ഏർലി രജിസ്ട്രേഷൻ നടത്തിയവർ 2025 ഏർലി രജിസ്ട്രേഷൻ ഫീ ആയ $990 സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ നടത്തിയവർ 2025 സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ ഫീ ആയ $1,290 അടയ്ക്കേണ്ടതാണ്. ഈ 2 ഫീസും തമ്മിൽ $300 വ്യത്യാസമാണുള്ളത്. ഇപ്പോഴത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 26,000 ഇന്ത്യൻ രൂപയുടെ വ്യത്യാസം. എന്നാലും ഞാൻ എന്റെ CFA ലെവൽ 1 രജിസ്റ്റർ ചെയ്തത് സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ വഴി തന്നെയാണ്. ഇത്രയും സംസാരിച്ച ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് നവംബർ 2025 CFA ലെവൽ 1 എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്
രണ്ട് രീതിയിൽ ആ എക്സാമിനെ രജിസ്റ്റർ ചെയ്യാം. ഒന്നാമത്തേത് ഏർലി രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ. ആ വ്യക്തി ഏർലി രജിസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏപ്രിൽ 9 ഏർലി രജിസ്ട്രേഷൻ അവസാനിക്കും. സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 5 അവസാനിക്കുന്നത്. ഏർലി രജിസ്ട്രേഷൻ ആണെങ്കിൽ ടോട്ടൽ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് വൺ ടൈം എൻറോൾമെൻറ്റ് ഫീ ആയ $350 എക്സാം രജിസ്ട്രേഷൻ ഫീ ആയ $990 ടോട്ടൽ $1,340 ആണ് 2025 നവംബറിൽ നമ്മൾ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടയ്ക്കേണ്ടത്. എന്നാൽ സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷനാണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് ഇവിടെയും വൺ ടൈം എൻറോൾമെൻറ്റ് ഫീ എന്നത് സെയിം ആണ് $350. അതിനോടൊപ്പം എക്സാം രജിസ്ട്രേഷൻ ഫീ ആയ $1,290 ആണ് അടയ്ക്കേണ്ടത്. ടോട്ടൽ $1,640, എക്സ്ട്രാ $300. CFA ലെവൽ 2 എക്സാമും എല്ലാം സെയിം ആണ്, എക്സെപ്റ്റ് ഒരു കാര്യത്തിൽ മാത്രം. ഇവിടെ CFA ലെവൽ 2 എക്സാം വർഷത്തിൽ 3 വട്ടം മാത്രമാണ് നടത്തുന്നത്, മെയ്, ഓഗസ്റ്റ് ആൻഡ് നവംബർ. ബാക്കി രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ സെയിം ആണ്, അതുപോലെ തന്നെ ഫീസും സെയിം ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വൺ ടൈം എൻറോൾമെന്റ് ഫീ ഇല്ല. എന്നാൽ CFA ലെവൽ 3 എക്സാം ഒരു വർഷത്തിൽ 2 വട്ടം മാത്രമാണ് നടത്തുന്നത്, ഫെബ്രുവരിയിലും ഓഗസ്റ്റിലും. ഇവിടെ ഫീസിനും വ്യത്യാസമുണ്ട്. ഏർലി രജിസ്ട്രേഷൻ ഫീ $1,090 ആണ് 2025 CFA ലെവൽ 3 എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഫീ ആയിട്ട് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ ആണെങ്കിൽ $1,390 ആണ് കൊടുക്കേണ്ടത്. സോ ഇത്രത്തോളം ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. CFA പ്രോഗ്രാം എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പുതിയ നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ വ്യൂസും എനിക്ക് തരുന്ന സപ്പോർട്ടും എൻകറേജ്മെന്റും വളരെ വലുതാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനിയും CFA ആൻഡ് ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം CFA മാസ്റ്ററി മലയാളം.